എല്ലാ ദിവസവും ക്ലാസ് എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ചെയിൻ റൂള്, പാർഷ്യൽ ചെയിൻ റൂള് റൂളില് എന്താ പറയാ, പാർഷ്യൽ ഡിഫറൻസിയേഷനിൽ വരുന്ന ചെയിൻ റൂളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ആ സാർ. എന്റെ സ്ക്രീൻ ഷെയറിംഗ് കാണാമല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ചെയിൻ റൂള് ക്ലിയർ ആയോ? ചെയിൻ റൂളിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? ഞാനിവിടെ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഇന്നലെ എന്താ പറയുക ലാസ്റ്റ് ക്ലാസ്സിലെ ചെയിൻ റൂൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വെറുതെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേക്കുന്നതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Z is equal to 4x minus 5y square and x equal to u raised to 4 minus 8v cube, y equal to 2u minus v all square. ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡോ ഇസെഡ് ബൈ ഡോ യുവും ഡോ ഇസെഡ് ബൈ ഡോ വിയും കണ്ടുപിടിക്കാനാണ്. ഡോ ഇസെഡ് ബൈ ഡോ യു മാത്രം ഒന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് പറയാമോ? ചെയിൻ റൂൾ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബൈ ചെയിൻ റൂൾ നിങ്ങളൊന്ന് പറഞ്ഞേ. ഡോ സെഡ് ബൈ ഡോ ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ ഇസെഡ് ബൈ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു ഡോ എക്സ് ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ ഇസെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. കാരണം z എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. സോ ഇസഡിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു വൈയും ആണ് നമ്മൾ വരുന്നത്. സോ ഈച്ച് എക്സ് ആൻഡ് വൈ ആർ ഫംഗ്ഷൻസ് ഓഫ് യു ആൻഡ് വി. സോ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻസിയേഷൻ ചെയ്യണമെങ്കിൽ ഡോ ഇസെഡ് ബൈ ഡോ യു ഈക്വൽ ടു ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു ആൻഡ് ഡോ ഇസെഡ് ബൈ പ്ലസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ശരിയല്ലേ? അതുപോലെ തന്നെ ഡോ ഇസെഡ് ബൈ ഡോ ഇരിക്കണമെങ്കിലോ എന്തായിരിക്കും? ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ. ഡോ ഇസെഡ് ബൈ ഡോ എക്സ് 4. കാരണം z ഈക്വൽ ടു 4x മൈനസ് 5y സ്ക്വയർ ആണ്. സോ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന 4 ആണ്. ഡോ എക്സ് ബൈ ഡോ യു ആണെങ്കിലോ എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു വരുമ്പോ 4u raised to 3. ഓക്കെ, പ്ലസ് വാട്ട് ഇസ് ഡോ ഇസെഡ് ബൈ ഡോ വൈ? z is equal to 4x minus 5y square. അപ്പൊ എന്തായിരിക്കും ഡോ ഇസെഡ് ബൈ ഡോ വൈ? മൈനസ് 10y ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു ആണെങ്കിലോ 2 ഇൻറ്റു യു മൈനസ് വി ഇൻറ്റു 2. യു മൈനസ് വിയുടെ ഡെറിവേറ്റീവ് 2. ശരിയാണോ? ശരിയാണ്. 2u മൈനസ് വി ഓൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരുമ്പോ ആദ്യം ഓൾ റേസ് ടു n പവർ റൂൾ ഉപയോഗിച്ച് 2 ഇൻറ്റു 2u മൈനസ് വി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2u മൈനസ് വി ഇൻറ്റു 2u മൈനസ് വിയുടെ ഡെറിവേറ്റീവ് അത് 2 വരും. ശരിയല്ലേ? ശരിയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 16u raised to 3 minus 40y into u minus v എന്ന് വരും. ഓക്കെ, ഇനി എന്തും കൂടെ സിംപ്ലിഫിക്കേഷൻ ഇതിന്റെ അത് ചെയ്യാനായിട്ടുള്ളേ? ഈ വൈക്ക് റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. കാരണം നമ്മൾ ആൻസർ ഇൻ ടേംസ് ഓഫ് എക്സ് യു ആൻഡ് വിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ യുവും വിയും മാത്രമേ വരാൻ പാടുള്ളൂ. വൈനെ മാറ്റണം. വൈ കൊണ്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആവും 16u ക്യൂബ് മൈനസ് 40 ഇൻറ്റു വൈക്ക് പകരം 2u മൈനസ് വി ഓൾ സ്ക്വയർ ഇൻറ്റു യു മൈനസ് വി. ഇതായിരിക്കും ഡോ ഇസെഡ് ബൈ ഡോ യു വരുന്നത്. ക്ലിയർ ആണല്ലോ? 2u മൈനസ് വി അല്ലേ?
സോറി, ഇവിടെ 2u മൈനസ് v ആണ്. 2 ഇൻറ്റു 2u മൈനസ് v ഇൻറ്റു 2 ആണ്. അപ്പൊ ഇവിടെ ഓക്കെ, അപ്പൊ ഇത് 2u മൈനസ് v എന്ന് പറഞ്ഞാൽ ഇത് ഓൾ റേസ് ടു 3 എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത് അല്ലെ. സോ ഇതേപോലെ തന്നെ നമുക്ക് സിമിലർലി ഡോ ഇസഡ് ബൈ ഡോ വിയും കണ്ടുപിടിക്കാം. ക്യാൻ ബി ഇവാലുവേറ്റഡ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സാർ. അതുപോലെ വേറൊരു ക്വസ്റ്റൻ ആണ് ഞാനിവിടെ നോട്ട് ചെയ്തേക്കുന്നത്. ഞാൻ വീണ്ടും ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതുപോലെ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഞാനിവിടെ നോട്ട് ചെയ്തേക്കുന്നത്. S equal to p square plus q square minus r square plus 4t, where p equal to 5 into e raised to 3 theta, q equal to cos 5 plus theta, r equal to ഇങ്ങനെ വന്നിരിക്കുന്നു. ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡോ എസ് ബൈ ഡോ ഫൈയും ഡോ എസ് ബൈ ഡോ തീറ്റയും കണ്ടുപിടിക്കാനാണ് ഞാൻ ക്വസ്റ്റൻ എഴുതിയിരിക്കുന്നത്. ഞാനത് സിംപ്ലിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ ഒന്ന് പറയാമോ ഇതിന്റെ ഫോർമുല എന്തായിരിക്കും? ബൈ ചെയിൻ റൂൾ ഡോ എസ് ബൈ ഡോ ഫൈ എന്തായിരിക്കും എന്ന് പറയാമോ? ബൈ ചെയിൻ റൂൾ ഡോ എസ് ബൈ ഡോ ഫൈ ഈക്വൽ ടു, ഇവിടെ നോക്കുക, എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഞാൻ പറയാം, എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി, ക്യു, ആർ ആൻഡ് ടി, where P, Q, R and T are all functions of phi and theta. So dou Z by dou phi ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതേപോലെ 4 എണ്ണം വരും. dou S by dou P into dou P by dou phi. ഈ 4 എണ്ണം അതേപോലെ വരും. അതുപോലെ തന്നെ ഡോ എസ് ബൈ ഡോ ക്യൂ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ ഫൈ പ്ലസ് ഡോ എസ് ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഫൈ പ്ലസ് ഡോ എസ് ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ ഫൈ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇത് എഴുതാൻ കിട്ടിയാൽ പിന്നെ ബാക്കി എളുപ്പമാണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ചെയിൻ റൂൾ ഐഡിയ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഏതും എഴുതാം, ഡോ എസ് ബൈ ഡോ തീറ്റയും എഴുതാം. ഞാനത് എഴുതുന്നില്ല. ഇനി അടുത്തത് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഏകദേശം എത്ര മാർക്കിന് വരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ? ഇത് 2 മാർക്കിന്റെ സെഷനിലും ചോദിക്കാം, 5 മാർക്കിന്റെ സെഷനിലും ചോദിക്കാം. ഇപ്പൊ ഈ ചോദിച്ച ക്വസ്റ്റൻ ആണെങ്കിൽ 5 മാർക്കിനായിട്ട് ചോദിക്കാനായിട്ടുണ്ട്, കാരണം ഇത് ഇത്രയും കണ്ടുപിടിച്ച് എഴുതേണ്ടതെന്ന്. അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചെറിയ ക്വസ്റ്റൻ ആണെങ്കിൽ അത് 2 മാർക്കിനും ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയാനായിട്ടുള്ളത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ള സെഷന്റെ അകത്ത് ആദ്യം വരുന്നത്, ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറയാണ്, 5y മൈനസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ, ഫൈൻഡ് ഡെൽ എഫ്. എന്ത് ഈ ഡെൽ എഫ് എന്ന് വെക്കുമ്പോ ഇതിന് പറയുന്ന പേരെന്താണ്? ഗ്രേഡിയന്റ് എഫ് എന്ന് പറയും. ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷനെയാണ് ഡെൽ എഫ്. അപ്പൊ അതിന് നമ്മൾ വേറൊരു നൊട്ടേഷൻ കൂടെ പറയും. ഏതാ? ഗ്രേഡ് എഫ്. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഫൈൻഡ് ഗ്രേഡിയന്റ് വെക്റ്റർ ഓഫ് എഫ്. ഈ ഡെൽ എഫ് കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് അതിനെ ഗ്രേഡിയന്റ് വെക്ടർ എന്ന് പറയും. സിമ്പിൾ ആയിട്ട് ഗ്രേഡിയന്റ് എന്ന് മാത്രവും പറയാറുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഡെൽ എഫ് കണ്ടുപിടിക്കുന്നത്? ബൈ ഡെഫിനിഷൻ ഗ്രേഡ് എഫ് അല്ലെങ്കിൽ or del f is equal to എന്താണ്?
Dou f by dou f by dou x I plus dou f by dou y j പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ. ഇവിടെ ഇപ്പൊ നമുക്ക് ഇസെഡ് വരാതെ എക്സ് വൈയുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത്ര എഴുതിയാൽ മതി. ഇനി ഇസെഡ് വരുന്നുണ്ടെങ്കിൽ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെയും കൂടെ കൊടുക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 5y മൈനസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ആണ്. എഫ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 5y മൈനസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ആണ്. implies what is dou f by dou x. ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻസിയേഷൻ ചെയ്യുവാണെങ്കിൽ എന്താ വരണേ? 5y കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് 0 വരും. മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ്. സോ നമുക്ക് പറഞ്ഞ മൈനസ് 3x സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. ഇതിന്റെ അകത്ത് സംശയമില്ലല്ലോ? ഡോ എഫ് ബൈ ഡോ എക്സ് സംശയമില്ല. ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ എന്തായിരിക്കും? 5yയുടെ ഡെറിവേറ്റീവ് 5 വരും. മൈനസ് എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ്. എക്സ് ക്യൂബ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y. സോ ദാറ്റ് മീൻസ് 5 മൈനസ് 2x ക്യൂബ് y എന്ന് വരും. ക്ലിയർ ആണോ? ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ഡെൽ എഫ് അല്ലെങ്കിൽ ഗ്രേഡ് എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡോ എഫ് ബൈ ഡോ എക്സ് കിട്ടിയിരിക്കുന്നത് മൈനസ് 3x സ്ക്വയർ വൈ സ്ക്വയർ ആണ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ കിട്ടിയിരിക്കുന്നത് 5 മൈനസ് 2x ക്യൂബ് വൈ ആണ്. സോ ഇത് ഇൻറ്റു ജെ. സോ ഇതായിരിക്കും ഡെൽ എഫ് അല്ലെങ്കിൽ ഗ്രേഡ് എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കിട്ടുന്നത്. ക്ലിയർ ആണോ? അതെ സാർ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഓക്കെ, നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോ ഡിഫൈൻ ഗ്രേഡിയന്റ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗ്രേഡിയന്റ് ഡിഫൈൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കുക. എന്തിനാ നമ്മള് എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ഒരു സ്കേലർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രേഡിയന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഗ്രേഡ് എഫ് അല്ലെങ്കിൽ ഡെൽ എഫ് ഉപയോഗിച്ചിട്ടാണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഏതായിരുന്നു? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ ആയി. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. പിന്നെ നമ്മളോട് ചോദിക്കാവുന്ന ഈ സെഷനിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തരും, ഫൈൻഡ് ഡെൽ എഫ് അല്ലെങ്കിൽ ഗ്രേഡ് എഫ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒപ്പം തന്നെ പറയുകയാണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു എഫ് ഓഫ് എക്സ് വൈ ഇസെഡ് 3 വേരിയബിൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ മൈനസ് z ക്യൂബ്. Find del f of x y z at 2 minus 1 4. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ എന്താ ചെയ്യണ്ടേ? ആദ്യമേ നമുക്ക് ഇങ്ങനെ പറയാം, ബൈ ഡെഫിനിഷൻ ഡെൽ എഫ് ഈക്വൽ ടു എന്താ? ഡെൽ എഫ് അല്ലെങ്കിൽ ഗ്രേഡ് എഫ് എന്ന് പറയാം. ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ 3 വേരിയബിൾ ഉണ്ട്. സോ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ. ക്ലിയർ ആണല്ലോ? സാർ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഇവിടെ ഞാൻ സൈഡിൽ അങ്ങ് എഴുതുകയാണ്. വാട്ട് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ്? എഫ് എന്നോട് തന്നിട്ടുണ്ട്. എക്സ് വൈ സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ മൈനസ് z ക്യൂബ് ആണ്. സോ വാട്ട് വിൽ ബി ഡോ എഫ് ബൈ ഡോ എക്സ്? വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റ് ടൈം എടുക്കുകയാണെങ്കിൽ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 വരും. സോ വൈ സ്ക്വയർ
മൈനസ് മൈനസ് അല്ല പ്ലസ് 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 6x 6x മൈനസ് z ക്യൂബിന്റെ വരുമ്പോഴേക്കും എന്തായി പോകും? 0 ആണ്. കാരണം ഇവിടെ എക്സ് വൈ സെഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ എന്തായിരിക്കും? 2xy. ഫസ്റ്റ് ടൈമിൽ മാത്രമേ വൈ വരുന്നുള്ളൂ, ബാക്കി രണ്ട് ടൈമും കോൺസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാം. എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y വരും. സോ 2xy എന്ന് വരും. അതുപോലെ ഡോ എഫ് ബൈ ഡോ ഇസഡ് ചെയ്യേണ്ട വരുമ്പോൾ ആദ്യത്തെ രണ്ട് ടൈമിലും ഇസഡ് ഇല്ല, അപ്പൊ കോൺസ്റ്റൻസ് ആണ്, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇസഡ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ 3z സ്ക്വയർ ആണ്. സോ മൈനസ് 3z സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡെൽ എഫ് ഈസ് ഈക്വൽ ടു, അപ്പൊ എന്തായിരിക്കും വരിക? ക്യാപിറ്റൽ എഫ് ആണ് നമുക്ക് കൂടെ പറഞ്ഞേക്കുന്നത്. ഡെൽ എഫ് ഈക്വൽ ടു y സ്ക്വയർ പ്ലസ് 6x ഓൾ ഇൻറ്റു i പ്ലസ് 2xyj പ്ലസ് പ്ലസ് മൈനസ് 3z സ്ക്വയർ k. ക്ലിയർ ആണോ? ഇതാണ് ഡെൽ എഫ് വരുന്നത്. ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ അത് ചോദിച്ചേക്കുന്ന ഡെൽ എഫ് അറ്റ് 2 - 1 4 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഡെൽ എഫ് അറ്റ് 2 - 1 4. ഇങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എക്സിന് 2, വൈക്ക് -1, ഇസഡിന് 4 എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരണേ? -1 ഹോൾ സ്ക്വയർ പ്ലസ് -6 × 2 അല്ലേ? 3 × i പ്ലസ് 2 × -1j പ്ലസ് -3 × 4 സ്ക്വയർ k എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 13i - 4j പിന്നെ 16 × 3 48, അപ്പൊ -48k. ഇത് മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഈ സെഷനിൽ നിന്ന് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടല്ല, മെയിൻ ആയിട്ട് രണ്ടിതാണ്. അതിന്റെ പിന്നെ രണ്ടാമത്തെ സെഷനിൽ വേറെ സബ് കേസസ് വരുന്നുണ്ട്. ഇനി ആദ്യത്തെ പോർഷൻ ആയിട്ട് വരുന്ന ഗ്രേഡിയന്റ് ഡിഫൈൻ ചെയ്യുക, ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഈ രണ്ട് ക്വസ്റ്റ്യനിൽ ഏത് ചോദിച്ചാലും ചെയ്യാനായിട്ട് അറിയാമല്ലോ? അറിയാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ സ്കേലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. എങ്ങനെ ചെയ്യണേ? del f dot u അല്ലേ? u ഒരു യൂണിറ്റ് വെക്റ്റർ. യെസ്, del f ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് a scalar valued function f of xy in direction of u. Directional derivative of f of xy. f of xy z ആയിക്കോട്ടെ, 3 വേരിയബിൾ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. f of xy is a in direction of vector u. In direction of the unit vector. Vector u is given by എന്തായിരിക്കും? del f dot vector u ആയിരിക്കും. നമ്മൾ ഇതിനെ നൊട്ടേഷൻ എടുക്കുന്ന എന്താണ്? ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് duf ഇങ്ങനെ ഒരു നൊട്ടേഷൻ എടുക്കും അല്ലെ? equal to del f dot u. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ u, അതിന് നമ്മൾ duf ഇങ്ങനെ നൊട്ടേഷൻ പറയും. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? del f dot u കണ്ടുപിടിച്ചാൽ മതി.
ഓക്കെ. ഓക്കെ. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങള്, ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ എപ്പോഴും നമ്മളോട് ഏത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്പെസിഫൈ ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് യൂണിറ്റ് വെക്ടർ ആയിട്ടേ ഡയറക്ഷൻ പറയുള്ളൂ. അപ്പോ യൂണിറ്റ് വെക്ടർ അല്ല നമുക്ക് തന്നേക്കുന്നതെന്ന് വെക്കുക. ഇഫ് യു ഈസ് നോട്ട് എ യൂണിറ്റ് വെക്ടർ, എന്ത് ചെയ്യേണ്ടി വരും? നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നോം കൊണ്ട് ഡിവൈഡ് ചെയ്ത് യൂണിറ്റ് വെക്ടർ ആയിട്ട് എടുത്ത് തന്നെ ചെയ്യണം. സോ ഞാൻ പറയുന്ന ഇതാണ്, ഒരു നോട്ട് പോലെ ഞാനിവിടെ പറയാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ, ഞാൻ ഇതിന്റെ ബ്രാക്കറ്റ് പറയാണ്, need not be a unit vector. വെക്ടർ എ എന്ന് ഞാൻ എടുക്കുകയാണ്, ഈസ് ഗിവൺ ബൈ, എങ്ങനെയായിരിക്കും അപ്പൊ വരിക? യൂണിറ്റ് വെക്ടർ അല്ല, ഏതെങ്കിലും ആർബിട്രറി ആയിട്ടുള്ള ഒരു വെക്ടർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വരിക? ഡെൽ എഫ് ഡോട്ട് യു തന്നെയാണ് നമ്മുടെ ഫോർമുല. ഡി യു എഫ് എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ പറയുമ്പോൾ ഡെൽ എഫ് ഡോട്ട് യു തന്നെയാണ് ഫോർമുല. പക്ഷെ ഇവിടെ ദിസ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു എന്തായിട്ട് എടുക്കണം? എ ഡിവൈഡ് ബൈ നോം എ. യു ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ എ. ഇങ്ങനെ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് തന്നേക്കുന്ന വെക്ടർ യൂണിറ്റ് വെക്ടർ അല്ല എങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ യൂണിറ്റ് വെക്ടർ കണ്ടെത്തണം. ഇത് നോട്ടിൽ ഫസ്റ്റ് വൺ ആയിട്ട് ഞാൻ പറയുന്നു. ഇനി സെക്കൻഡ് വൺ, നമുക്ക് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ തീറ്റ തരിക എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ യു എങ്ങനെയായിരിക്കും വരിക? കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ. കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, സപ്പോസ് യു ഈസ് ദ വെക്ടർ ദാറ്റ് മേക്സ് an angle theta with the positive direction of x-axis, then അങ്ങനത്തെ കേസിൽ വെക്ടർ യു എന്തായിരിക്കും? കോസ് തീറ്റ ഐ പ്ലസ് സൈൻ തീറ്റ ജെ ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടെത്തുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓർമ്മയിൽ നിർത്തേണ്ടത്. ഇനി ഇതിന്റെ മാക്സിമം മിനിമം വാല്യൂ, മാക്സിമം ഡയറക്ഷൻ ഏത്, അങ്ങനത്തെ കാര്യങ്ങൾ പിന്നീട് സെക്കൻഡറി ആയിട്ട് പറയുന്നുണ്ട്. എനിവേ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല, അതിന്റെ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യു എന്നുള്ളതിനെ ഡി യു എഫ്, ഈ നൊട്ടേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ പറഞ്ഞത്. ഡി യു എഫ് ഈസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെ ഈ വെക്ടർ യു എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ളത് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നമ്മളോട് പറയണം. തന്നിരിക്കുന്ന വെക്ടർ യു യൂണിറ്റ് വെക്ടർ അല്ല എങ്കിൽ നമ്മൾ യൂണിറ്റ് വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ഒരു വെക്ടറെ തരികയാണെങ്കിൽ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യൂണിറ്റ് വെക്ടർ കൺസിഡർ ചെയ്ത്, അതായത് യു ഈക്വൽ ടു നോം എ ബൈ നോം ഓഫ് എ എന്നുള്ള രീതിയിൽ ഫോർമുല കൺസിഡർ ചെയ്ത്, ഇങ്ങനെ കൺസിഡർ ചെയ്തതിന് ശേഷമേ നമ്മളുടെ ഫോർമുല ഉപയോഗിക്കാവൂ. അതുപോലെ തന്നെ വേറൊരു കേസിലാണ് തീറ്റ സ്പെസിഫൈ ചെയ്തുകൊണ്ട് യു എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്ന വെക്ടർ ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കേസിൽ വെക്ടർ യു ആയിട്ട് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമുക്ക് പറയാം. സോ ഞാൻ ആദ്യം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റിൽ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്.
Question idana, find the directional derivative of f of xy equal to 2x square y cube, 2x square y cube plus 6xy at 1, 1 in the direction of a unit vector, whose angle with positive x-axis is pi by 6. Okay, so ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഫോർമുല ഡയറക്റ്റ് ഉപയോഗിക്കാം അല്ലെ? ഞാൻ ആൻസറിലേക്ക് പോവാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്താ? എഫ് ഓഫ് എക്സ് വൈ തന്നേക്കുന്നത് എന്താ? 2x square y cube plus 6xy. ഓക്കെ, സോ ഞാൻ ഫോർമുല എഴുതുന്നതിന് മുമ്പ് തന്നെ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കാൻ പോവാണ്. ഇംപ്ലൈസ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്തായിരിക്കും? 2y ക്യൂബ് കോൺസ്റ്റന്റ് ആണ് ആദ്യത്തെ ടൈമില് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 6y കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ ഈക്വൽ ടു എന്താ വരിക? 4xy ക്യൂബ് പ്ലസ് 6y. ഓക്കെ ഓക്കെ സർ. പിന്നെ ഡോ എഫ് ബൈ ഡോ വൈയോ 6x square y ചെയ്യുമ്പോ 2x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു y ക്യൂബിന്റെ 3y സ്ക്വയർ പ്ലസ് 6x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് 1. അപ്പൊ ഈക്വൽ ടു എന്ത് വരണേ? 6x സ്ക്വയർ y സ്ക്വയർ പ്ലസ് 6x. ക്ലിയർ ആണല്ലോ? സർ ക്ലിയർ ആണ്. ഇംപ്ലൈസ് ഡെൽ എഫ് എന്തായിരിക്കും? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ആണ് ഈക്വൽ ടു 4xy ക്യൂബ് പ്ലസ് 6y ഓൾ ഇൻറ്റു ഐ പ്ലസ് 6x സ്ക്വയർ y സ്ക്വയർ പ്ലസ് 6xj. നമ്മളോട് ഡെറിവേറ്റീവ് മറ്റേ പർട്ടിക്കുലർ പോയിന്റ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റിനകത്ത് അല്ലെ? 1, 1 എന്നൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഡെൽ എഫ് അറ്റ് 1, 1 എഴുതാം. അറ്റ് 1, 1 ഈക്വൽ ടു എന്ത് വരും? പറഞ്ഞേ. ഡെൽ എഫ് അറ്റ് 1, 1 എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ 10i പ്ലസ് 12j പ്ലസ് 12j. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞോ? 10i പ്ലസ് 12j അല്ലേ? സാർ അങ്ങനെ തന്നെ. ഓക്കെ, ഇനി അപ്പോ ഡെൽ എഫ് കണ്ടുപിടിച്ചു. ഇനി എന്താ നമ്മുടെ ഫോർമുലയിലേക്ക് ആവശ്യമുള്ളത്? ഫോർമുല എഴുതിയിട്ടില്ലെങ്കിലും ഫോർമുലയിലേക്ക് അടുത്ത് എന്താ? യൂണിറ്റ് വെക്ടർ യു വേണം അല്ലേ? അതിനുവേണ്ടി എന്താ നമുക്ക് ഇവിടെ തന്നേക്കുന്നത്? ഹിയർ വെക്ടർ യു ഈസ് സച്ച് ദാറ്റ് എന്താ ഇതിന്റെ പ്രത്യേകത തന്നേക്കുന്നത്? യു മേക്സ് ആൻ ആംഗിൾ. ഏത് ആംഗിളാ? ആംഗിൾ എത്ര ആംഗിൾ തന്നേക്കുന്നത്? 6 with x-axis. Implies അങ്ങനെയാണെങ്കിൽ വെക്ടർ യുവിനെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും?
U equal to cos pi by 6i plus sin pi by 6j. U equal to cos theta I plus sin theta j എന്നാണ് വരേണ്ടത്. അപ്പൊ ഈക്വൽ ടു കോസ് പൈ ബൈ 6i പ്ലസ് സൈൻ പൈ ബൈ 6j. വാട്ട് ഈസ് കോസ് പൈ ബൈ 6? Root പൈ 3 ബൈ by 6 എന്ന് വെച്ചാൽ 30 ഡിഗ്രി ആണ് അല്ലെ? കോസ് 30യുടെ വാല്യൂ എത്രയാ? root 3/2. എന്ന് വെച്ചാൽ കോസ് 30 ആണ്. കോസ് 30യുടെ വാല്യൂ √3/2 ആണ്. സൈൻ പൈ ബൈ 6 എന്ന് വെച്ചാൽ സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2. 1/2. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കുമ്പോ എന്താ പറയണേ? √3/2i പ്ലസ് 1/2j. ക്ലിയർ ആണോ? clear ആണ്. Therefore, directional derivative duf equal to del f dot u is given by duf equal to പറഞ്ഞോ del f കിട്ടിയത് എത്രയായിരുന്നു? 10i plus 12j ആയിരുന്നു. ഡോട്ട് √3/2i പ്ലസ് 1/2j ഈക്വൽ ടു എന്ത് വരും ആൻസർ? എന്ത് വരും? അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാ ചെയ്യണേ? ഡോട്ട് പ്രോഡക്റ്റ് 10 into √3/2 അല്ലെ? ആ സർ. പ്ലസ് 12 into 1/2. അപ്പൊ ഈക്വൽ ടു എത്ര വരും? 5√3. 5√3 plus 6. ഇതായിരിക്കും അതിന്റെ ആൻസർ. ഇത് മനസ്സിലായോ? ആ സർ, മനസ്സിലായി. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ, ഇതും ടെക്സ്റ്റിൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f of xyz equal to xy square minus 4x square y plus z square at 1 minus 1 2 in the direction of 6i plus 2j plus 3k. 6i plus 2j plus 3k. ഓക്കെ, എങ്ങനെ ചെയ്യണേ? നമുക്ക് പഴയ പോലെ തന്നെ തുടങ്ങാം. ഹിയർ f of xyz equal to എത്രയെന്ന് തന്നേക്കുന്ന xy square minus 4x square y plus z square. ഓക്കെ, സോ ഡെൽ എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ വേണം? ഡോ എഫ് ബൈ ഡോ എക്സ് വേണം. ഡോ എഫ് ബൈ ഡോ എക്സ് എന്തായിരിക്കും പറഞ്ഞ നിങ്ങള്? y square minus y square minus 8xy plus 0. 8xy. ഓക്കെ, ഡോ എഫ് ബൈ ഡോ വൈ ആണെങ്കിലോ? 2yx minus 4x square. 2xy. Okay, 2xy minus 4x square. ഓക്കെ, അതുപോലെ ഡോ എഫ് ബൈ ഡോ ഇസഡ് ആണെങ്കിലോ? z
2z അതെടുക്കുന്നു. del f equal to y square minus 8y all into I square into a plus z k. ക്ലിയർ ആണോ? സാർ ക്ലിയർ ആണ്. ഓക്കെ, ഇനി 1 മൈനസ് 1 2 എന്നുള്ള പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. del f at 1 minus 1 2 ഈക്വൽ ടു എന്ത് വരും? എക്സിന് 1 വൈക്ക് -1 ഇസഡിന് 2 കൊടുത്താൽ എന്തായിരിക്കും? -1 സ്ക്വയർ -8 into 1 പ്ലസ് 2 into 1 into -1 minus 4 into 1 square all into j plus 2 into 2k. So equal to എന്ത് വരും? എത്ര വരും? 1 plus 8. അപ്പൊ I okay 2 minus 4. അപ്പൊ എത്ര വരും? സോറി, -2 -4. അപ്പൊ എത്രയാ? -6j plus 4k. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പൊ del f കിട്ടി. ഇനി അടുത്ത് എന്താ വേണ്ടേ? യു കണ്ടുപിടിക്കണം. യു വേണം. യു എന്താ? യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. ഹിയർ വെക്ടർ യു ഈക്വൽ ടു എന്തെടുക്കേണ്ട വരും? നോം കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. 6i plus 2j plus 3k ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന വെക്ടർ. ഇത് ഡിവൈഡഡ് ബൈ ഇതിന്റെ നോം വെച്ച് ഡിവൈഡ് ചെയ്യണം. നോം ഓഫ് 6i plus 2j plus 3k. മനസ്സിലാവുന്നോ? മനസ്സിലായി. ഓക്കെ, സോ 6i plus 2j plus 3k ഡിവൈഡഡ് ബൈ ഇതിന്റെ നോം എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 36 പ്ലസ് 4 പ്ലസ് 9. അപ്പൊ ഈക്വൽ എത്ര വരും? 49. സ്ക്വയർ റൂട്ട് ഓഫ് 49 വരും, വിച്ച് ഇസ് 7. അപ്പൊ എന്തായിരിക്കും നമുക്ക് വരുന്ന യൂണിറ്റ് വെക്ടർ യു എന്ന് പറയുന്നത്? 6i plus 2j plus 3k all divided by 7. മനസ്സിലായോ? സാർ മനസ്സിലായി. Okay, therefore the directional derivative duf is given by duf is equal to എന്തായിരിക്കും? നമുക്ക് തന്ന del f dot u ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ എഫ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് പറയാം. del f dot u by del f dot u equal to del f എത്രയാണ് നമുക്ക് കിട്ടിയത്? 9i minus 6j plus 4k. 9i minus 6j plus 4k dot 6i plus 2j plus 3k divided by 7. So all divided by 7 നിർത്തിയിട്ട് ന്യൂമറേറ്ററിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. 9 into 6 എത്രയായിരിക്കും? 54 minus 12. 6 into 12 minus 12 plus 4 into 3 12. അപ്പൊ എന്തായിരിക്കും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് വരിക?
എത്രയായിരിക്കും? 54/7. 54/7. 54/7. കാരണം -12 +12 കൂടെ ക്യാൻസൽ ആയി പോയിക്കോളും അല്ലേ? സർ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ തൽക്കാലം ഞാൻ ഇത് ഇത്രയും മാത്രം പറഞ്ഞു നിർത്തുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ ഇതിന്റെ അകത്ത് ഇനിയിപ്പോ വെക്ടർ യു കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരു ഇത് നെക്സ്റ്റ് ക്വസ്റ്റിന്റെ അകത്ത് വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇനിയിപ്പോ അത് എഴുതി വരുമ്പോഴേക്കും കുറെ നേരം പിടിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ പ്ലെയിൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി XY പ്ലെയിൻ ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ്സ്. ഇല്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, കാരണം അത് നോട്ട് ചെയ്ത് വരുമ്പോഴേക്കും ലെങ്ത് കൂടി പോകും. അപ്പൊ ഇവിടെ ഇന്ന് പറഞ്ഞ കാര്യം, ഇത്രയും കാര്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതായത് നമ്മൾ ആദ്യം ഗ്രേഡിയന്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ചെയിൻ റൂൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഗ്രേഡിയന്റ് വെക്ടർ ഡിഫൈൻ ചെയ്തു. അപ്പൊ ഗ്രേഡിയന്റ് വെക്ടറിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ അറിയണം. ഗ്രേഡിയന്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് 2 വേരിയബിളിന്റെ കേസ് ആയാലും 3 വേരിയബിളിന്റെ കേസ് ആയാലും കണ്ടുപിടിക്കാനും അറിയണം. അതിന്റെ അത് സംശയമില്ല. അതിനുശേഷം നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറഞ്ഞു. ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറയുമ്പോൾ ∇f.u ആണ് വരുന്നത്. അപ്പൊ യു ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കണം. ഇപ്പൊ യൂണിറ്റ് വെക്ടർ അല്ല തന്നേക്കുന്നെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിന്റെ അകത്ത് യൂണിറ്റ് വെക്ടർ അല്ലായിരുന്നു തന്നത്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡഡ് ബൈ അതിന്റെ നോം ഉപയോഗിച്ച് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ച് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫോർമുല ഉപയോഗിക്കാനായിട്ട്. ഇതുണ്ടോ, ഇത് യൂണിറ്റ് വെക്ടർ അല്ലായിരുന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്താണ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിന്റെ അകത്തായിരുന്നുവെങ്കിൽ യൂണിറ്റ് വെക്ടർ ഡയറക്റ്റ് തന്നിട്ടില്ല. യൂണിറ്റ് വെക്ടറിന്റെ പ്രത്യേകത പറയുകയാണ്. അതെന്തായിരുന്നു? എക്സ് ആക്സിസും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തരുമായിരുന്നു. സോ അങ്ങനത്തെ കേസസിൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. ഇതും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം വരുന്നത് നമ്മൾ ഡയറക്റ്റ് വെക്ടർ തരുന്നതിന് പകരം 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പറയാം. അതുപോലെ പിന്നെ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് വരാവുന്ന മാക്സിമം മിനിമം വാല്യൂസ് ഏതാന്നുള്ളതാണ്. സോ നമ്മളെ സംബന്ധിച്ച് ഈ സെഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ ഗ്രേഡിയന്റ് ഡിഫൈൻ ചെയ്യാനോ ഗ്രേഡിയന്റ് കണ്ടുപിടിക്കാനോ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അല്ല എങ്കിൽ ചോദിക്കാവുന്ന ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ആണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 4 മാർക്കോ SI ക്വസ്റ്റ്യനോ ആവാം. ഓക്കെ, ഇനി അതുപോലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മാക്സിമം മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണ് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് ഡേയിൽ പറയാം. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു 1:30 സമയത്ത് വെച്ചാൽ കുഴപ്പമുണ്ടോ ക്ലാസ്? 1 മണി 1:30 വല്ലതും വെച്ചാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. 1:30 1:30 വേണേ വെക്കാം അല്ലെ?